ഇന്നെന്താ പരിപാടി എന്നല്ലേ? താറാവും മപ്പാസ് വെക്കണം. ഇന്ന് എനിക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരാളാണ്. പേരിപ്പോൾ പറയുന്നില്ല, ആളെ കാണിച്ചു തന്നിട്ടേ പറയുന്നുള്ളൂ. അപ്പോൾ അതാ നോക്കിയേ, അവൾക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് ഞാൻ ഇന്ന് താറാവും മപ്പാസ് വെക്കാൻ പോവാ. എങ്ങനെയാണെന്ന് നോക്കാം, വായോ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടനാടൻ താറാവാണ് കേട്ടോ. ഇനി ഇത് ഉപ്പൊക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് പീസാക്കി റെഡിയാക്കാം. ഇന്ന് നമ്മൾ താറാവ് മപ്പാസാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എന്താ? ഞാൻ താറാവ് ദേ എല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള എന്താണെന്നറിയോ? ചെറിയുള്ളി. അതൊരു 150 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു സവാള, പാകത്തിന് പച്ചമുളക്. തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള കറി ആയതുകൊണ്ട് തന്നെ പച്ചമുളക് നമ്മൾ ഒരു എരിവിന് പാകത്തിന്, ഞാനൊരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലിയ എരിവില്ലാത്ത, എന്നാൽ അത്യാവശ്യം. ഒരു കുടം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി വേണം. പിന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ പേസ്റ്റ്, ഇച്ചിരി കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് മല്ലിപ്പൊടി, പെരുംജീരകം, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില, ബാക്കി സാധനങ്ങളൊക്കെ പുറകെ പറയാം. 1-ാം പാല്, 2-ാം പാല് തേങ്ങയുടെ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. കണ്ടോ, നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. 3 ഏലക്ക, കുറച്ച് പട്ട, 2-3 ഗ്രാമ്പൂ, അതങ്ങിട്ട് പൊട്ടട്ടെ. ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് മിക്സ് ചെയ്യാവേ. ഇതൊന്ന് ചുമന്ന് വന്ന് തുടങ്ങുമ്പം ചെറിയുള്ളി, അരിയൊന്നും വേണ്ട കേട്ടോ, അതങ്ങ് വെന്തോളും. ഒരു സവോള, പച്ചമുളക്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേ, പാകത്തിന് ഉപ്പ്. ഇതൊന്ന് വാടി വരട്ടെ. നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ താറാവിനെ എടുത്ത് അതിനകത്തോട്ടിടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്നൊന്ന് വെള്ളം ഇറങ്ങട്ടെ. അതിനുശേഷം വേണം കിഴങ്ങിട്ട് കൊടുക്കണം, നമ്മുടെ 2-ാം പാലും ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് വെന്തോട്ടെ, കുറച്ചൊന്ന് അതിനകത്തുനിന്ന് ജലാംശം വന്നോട്ടെ. നമ്മുടെ കറി എന്തായാലും തുറന്നു നോക്കണ്ടേ. ഇളക്കി ഒന്ന് ഇടണേ. കണ്ടോ, വെള്ളം ഇറങ്ങുന്നുണ്ടോ? ഇച്ചിരി കൂടെ ഒന്നായിട്ട് ഇനി നമുക്കേ ഒന്ന് അരയ്ക്കാനുണ്ട്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ സ്പൂൺ 1 സ്പൂൺ പെരുംജീരകം, കുറച്ച് പട്ട, അത് പാകത്തിന് കേട്ടോ, ഒരു ചെറിയ 3 കഷ്ണം. ഒരു 2-3 കഷ്ണം ഗ്രാമ്പൂ, ഒരു 3 കഷ്ണം ഏലക്ക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാവേ. മസാല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം കേട്ടോ. ഈ പെരുംജീരകം ആണേലും മറ്റു സാധനങ്ങളൊക്കെ ആണേലും എടുക്കുന്നത്. നമ്മുടെ കറി ഒന്നും കൂടെ ഇളക്കി നോക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇല്ലേ, അങ്ങോട്ട് ചേർക്കുന്നു. അതിനകത്തോട്ട് നമ്മുടെ 2-ാം പാൽ ഒഴിക്കുന്നു. മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി അങ്ങ് ഒഴിച്ചേക്കാവേ. 2-ാം പാൽ ഒഴിച്ചു. ഇനിയുണ്ടല്ലോ, ഇതിനകത്ത് കിടന്നാണ് ഇവൻ ബാക്കി വേവ് വേകേണ്ടത്. ചിലവരൊക്കെ ആദ്യം തന്നെ 2-ാം പാലിനകത്ത് അങ്ങ് വേവിക്കും. പക്ഷെ അതിനെക്കാട്ടി നല്ലയില്ലേ, ഇതിനകത്തൊന്ന് ആ ജലാംശം ഒന്ന് ഇറങ്ങി, അതിന്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ട് അതൊന്ന് വഴന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ഈ മസാലയും ചേർത്ത് 2-ാം പാൽ ഒഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ വെക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും ഇതിലേക്ക് ഞാൻ ഒരു കിഴങ്ങ് മുറിച്ചതിട്ടു. ഈ ഒരു കിഴങ്ങ് നമുക്ക് ലാസ്റ്റ് വേണം, വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇനി വേവ് കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് അങ്ങ് വെന്തോട്ടെ, മൂടി വെച്ചേക്കാം. നമ്മുടെ താറാവ് എന്തായെന്നൊന്ന് നോക്കണ്ടേ. നോക്കിയേ, 1-ാം പാലിൽ കിടന്ന് താറാവ് നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്ന എന്നാന്നറിയോ? 10 കാഷ്യൂ വെള്ളത്തിലിട്ട് അരച്ചു വെച്ചതാണ് കേട്ടോ. ഇച്ചിരി വെള്ളം കൂട്ടി അങ്ങ് അരച്ചു വെച്ചു. അത് ഈ കറിയിലോട്ടൊന്ന് ഒഴിച്ചു വിട്ടു. കാഷ്യൂ പേസ്റ്റ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതാ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അറിയാലോ, തിളച്ചു പോകരുത്. എരിവിന് പാകത്തിന് ചേർത്തോ. ഞാൻ 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. അതും പിന്നെ നമ്മൾ ലാസ്റ്റത്തെ ഒരു പണി എന്ന് പറഞ്ഞാൽ ഒരു തക്കാളി മുറിച്ചതില്ലേ, ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കണം. ഇനിയില്ലേ, ഇത് അവിടെ ഇരിക്കട്ടെ. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളച്ചു പോകരുത്. ഇതാണ്ടേ ചെറു തീയിലാണ്. ഒരു തുള്ളി ഇങ്ങനെ വരുമ്പോഴത്തേനും ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ മൂടി വെക്കുക. ഇനി നമുക്കൊരു വറവും കൂടെ ഇടാണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തു, പാൻ അടുപ്പ് വെച്ചു, ചൂടായി, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങില്ലേ, ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. കിഴങ്ങൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട്. ഇത് സൈഡിലോട്ട് അങ്ങ് മാറ്റാം. എന്നിട്ട് നമുക്ക് നമ്മുടെ
ചെറിയുള്ളി ഇച്ചിരി അരിഞ്ഞതാണേ. ഇതൊന്നും ചേർക്കാതെ തന്നെ അവിടെ കറി സൂപ്പറാണ്. പക്ഷേ നമുക്ക് ഇതൊക്കെ ഒരു അലങ്കാരം. ചെറിയുള്ളി ഇതൊന്നും ഫ്രൈ ആവട്ടെ. നമ്മുടെ ചെറിയുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ലാസ്റ്റത്തെ ഒരു മിനുക്കുപണിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഇതങ്ങോട്ട് സൈഡിലോട്ട് മാറ്റിയിട്ട് ഒരു തക്കാളി നമ്മൾ മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു തക്കാളി നമ്മൾ ഇങ്ങനെ ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇതിനകത്തോട്ട് തട്ടിയിടുക ഒരു പരിപാടിയേ ഉള്ളൂ. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേ. ഇനി നമ്മുടെ കറിയിലേക്ക് ഇവനെ അങ്ങോട്ട് തട്ടിയിടുക. അവിടെ ഇന്ന് കിടന്നോട്ടെ. വീണ്ടും നമ്മൾ മൂടി വെച്ചു. ഇനി നമ്മുടെ ഗസ്റ്റ് വരണ്ടേ. ഞാൻ ദാണ്ടതേ അപ്പം ഉണ്ടാക്കി, നമ്മുടെ താറാവും മപ്പാസും ഉണ്ടാക്കി. ഞാൻ രാവിലെ മുതൽ നിങ്ങളോട് പറയുന്നുണ്ട് എനിക്കൊരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ദാ വരുന്നു, നോക്ക്. ഇൻട്രോ ഭയങ്കര ബിൽഡപ്പിലായിരുന്നേ. പക്ഷെ ഇല്ലടി, നിന്നെ എല്ലാവർക്കും അറിയാം. ദാ നമ്മുടെ താറാവും മപ്പാസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൂട്ടി എല്ലാം ഒന്ന് കഴിക്കാനൊക്കെ കൊടുക്കണം. ദാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ദാ ഞാൻ എന്റെ കൈ കൊണ്ട് വിളമ്പി കൊടുക്കുന്നു. കഴിച്ചോളാം. നമ്മൾ ഒത്തിരി കുക്കിംഗ് ചാനൽസും കാര്യങ്ങളും ഒക്കെ കാണാറുണ്ട്. പക്ഷെ നമുക്ക് ഈ സാധനം ഉണ്ടാക്കുന്ന കാണുമ്പോ അറിയാം പണി അറിയാവുന്നവരാരാ പണി അറിയാത്തവരാരാന്ന്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പണി അറിയാവുന്നോണ്ട് തന്നെയാ ഞാൻ ചേച്ചിയുടെ അടുത്തോട്ട് വന്നേ. അടിപൊളിയായിട്ട് കഴിക്കാലോ അല്ലേ ചേച്ചി? സത്യത്തില് നന്നായിട്ട് പണി അറിയാവുന്ന ഒരു ഫുഡ് ഉണ്ടാക്കുന്ന അല്ലാത്തൊരു ഫുഡ് ഉണ്ടാക്കുന്ന കണ്ടാ നമുക്ക് ചാനൽ ചെയ്യുന്നത് കൊണ്ട് മനസ്സിലാവും. എന്നാലും സാധാരണ ഞാൻ എന്റെ ഫുഡ് തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളിയാന്ന് പറയാറാ എപ്പോഴും. ഒന്ന് റിൻസ് ചേച്ചിയുടെ സാധനം ഉണ്ടാക്കി നോക്കിയിട്ട് നോക്കി എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പം താറാവ് കണ്ടപ്പോ കിളി മാറിപ്പോയി. അടിപൊളിയാ. അടിപൊളിന്ന് വെച്ചാൽ അടിപൊളിയാ. എല്ലാം ഇങ്ങനെ കടിച്ച് തിന്നണം. നല്ല രസമുണ്ട് കേട്ടോ. ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടി ചേച്ചി നേരത്തെ ഉണ്ടാക്കി കാണിച്ച. അതാണ് ഞാൻ പക്ഷെ എല്ലാം തീർന്നപ്പോഴാ കേട്ടോ വന്നേ. കണ്ടോ, എന്റെ ആള് വന്നു, ഉണ്ടാക്കി കൊടുത്തു. ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഓക്കെ. അപ്പം എല്ലാവർക്കും നമുക്കൊരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേക്കാം അല്ലേ? എന്നിട്ട് വേണം പോയി മര്യാദ കഴിക്കാൻ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.